വല്ലഭന് ഇനി ആശ്വസിക്കാം. തർക്കങ്ങളും പോരുകളും ഒടുവിൽ സമവായത്തിലെത്തി. വല്ലഭന്റെ കൊമ്പ് മുറിച്ചു നീക്കി. മലയങ്കീഴ് ക്ഷേത്രത്തിലെ വല്ലഭൻ എന്ന ആനയുടെ കൊമ്പ് മുറിക്കൽ തർക്കങ്ങളും പോരുകളുമൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച രാവിലെയും ചെറിയ അനിശ്ചിതത്വത്തിനൊടുവിൽ 11:30 മണിയോടെ കൊമ്പ് മുറിക്കൽ വിദഗ്ധൻ വിനയൻ ആനയുടെ കൊമ്പുകൾ മുറിച്ചു നീക്കി. ശേഷം രാഗി കൊമ്പ് ക്രമപ്പെടുത്തി. ഇനി വല്ലഭന് മസ്തകം നിലത്ത് ശരിക്കും പതിഞ്ഞു കിടക്കാനും ഭാരം കുറഞ്ഞത് കാരണം നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും ഒഴിവാകും. കാട്ടാനകൾ പാറയിലും മറ്റുമുറിച്ചാണ് കൊമ്പുകൾ വളർന്ന് ബുദ്ധിമുട്ടാകുമ്പോൾ സ്വയം ക്രമപ്പെടുത്തുന്നത്. വല്ലഭന് 2012-ലും 2015-ലും കൊമ്പ് മുറിച്ചിരുന്നു. വനം വകുപ്പിന്റെയും ദേവസ്വം ജീവനക്കാരുടെയും നേതൃത്വത്തിൽ ചിപ്പ് സ്കാൻ ചെയ്ത ശേഷം കൊമ്പിന്റെ അളവെടുത്ത് രേഖയാക്കിയ ശേഷമായിരുന്നു നടപടി. ആനയുടെ കൊമ്പിന്റെ നീളം കാരണം തീറ്റ എടുക്കുന്നതിനും ആനയ്ക്ക് കിടക്കുന്നതിനും ഉൾപ്പെടെ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വാർത്തകൾ പുറത്തു വന്നതോടെ നടപടികൾ വേഗത്തിലായി. കൊമ്പ് മുറിക്കാൻ വനം വകുപ്പ് അനുമതിയും നൽകി. എന്നാൽ കഴിഞ്ഞ ആഴ്ച കൊമ്പ് മുറിക്കാൻ എല്ലാ സന്നാഹങ്ങളും ഒരുങ്ങിയപ്പോൾ വനം വകുപ്പ് ഓഫീസർ കൊമ്പ് മുറിച്ച ശേഷം രാഗി ക്രമപ്പെടുത്തണമെന്ന ആവശ്യത്തെ നിരാകരിച്ചു. ഇത് ആനപ്രേമികൾ ഉൾപ്പെടെയുള്ളവരുടെ തർക്കത്തിനും മറ്റും കാരണമായിരുന്നു. ഉത്തരവിൽ ക്രമപ്പെടുത്തുക എന്നാൽ വട്ടത്തിൽ മുറിച്ചു നിർത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നതെന്നും എന്നാൽ കാലങ്ങളായി ഇത്തരത്തിൽ മുറിച്ച ശേഷം പാപ്പാന്മാർക്കും റോഡിലൂടെ പോകുമ്പോൾ പൊതുജനത്തിനും അപകടമുണ്ടാകാതിരിക്കാൻ മുറിച്ച ശേഷം ഇവർ രാഗി ക്രമപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്നും ദേവസ്വം അധികൃതരും ആനപ്രേമികളും ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളും പറഞ്ഞു. എന്നാൽ ഇതിന് പ്രത്യേക അനുമതി വേണമെന്ന് കടുത്ത നിലപാട് വനംവകുപ്പ് സ്വീകരിച്ചതോടെ വല്ലഭന്റെ പ്രയാസം ഇനിയും തുടരുമെന്ന ഘട്ടത്തിലായി. ഒടുവിൽ വീണ്ടും അപേക്ഷ നൽകി പരമ്പരാഗത രീതിയിൽ തന്നെ മുറിച്ചാൽ മതിയെന്ന് ദേവസ്വം തീരുമാനിച്ചു. തുടർന്ന് വെള്ളിയാഴ്ചയാണ് ഇതിന് അനുമതി ലഭിച്ചത്. എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വൈകിയതോടെ വെറ്റിനറി ഡോക്ടർ തിരികെ പോകുകയും വീണ്ടും ആശയക്കുഴപ്പത്തിലാവുകയും ചെയ്തു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയെങ്കിലും ഡോക്ടർ വന്നാൽ മാത്രമേ കൊമ്പ് മുറിക്കാൻ കഴിയൂ എന്ന് ജീവനക്കാർ പറഞ്ഞതോടെ വീണ്ടും കൊമ്പ് മുറിക്കൽ നീളുമോ എന്ന ആശങ്ക ആനപ്രേമികൾക്കിടയിലുണ്ടായി. അതേസമയം ഡോക്ടർ തിരികെ എത്തി പരിശോധന നടത്തിയ ശേഷം കൊമ്പ് മുറിക്കാൻ അനുമതി നൽകി. 3 മണിക്കൂറോളം സമയമെടുത്ത് 102 സെന്റിമീറ്റർ നീളമുണ്ടായിരുന്ന ഇടത് കൊമ്പ് 2 കഷ്ണങ്ങളായും 100 സെന്റിമീറ്റർ ഉണ്ടായിരുന്ന വലതു കൊമ്പ് 1 കഷ്ണമായും 63 സെന്റിമീറ്റർ 61 സെന്റിമീറ്റർ നിലനിർത്തി മുറിച്ചു നീക്കി. മുറിച്ചു നീക്കിയ 3 കഷ്ണങ്ങളും 400 ഗ്രാമോളം ചെറു കഷ്ണങ്ങളും പൊടിയും ഉൾപ്പെടെ രജിസ്റ്ററിൽ വനംവകുപ്പ് സ്റ്റോറിലേക്ക് മാറ്റി. എന്തായാലും തർക്കങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കുമിടെ ആനയ്ക്ക് കൊമ്പ് മുറിച്ചത് വളരെ ആശ്വാസകരമായി എന്ന് ആനപ്രേമികളും ക്ഷേത്ര ഭാരവാഹികളും പറഞ്ഞു. വളരെ സന്തോഷമുള്ളൊരു ദിവസമാണെന്ന്. ഒരുപാട് ടെൻഷൻ അടിച്ചുവെങ്കിൽ പോലും അവസാനം വല്ലഭൻ്റെ കൊമ്പ് മുറിച്ച് ചടങ്ങ് കഴിഞ്ഞു. ഇന്ന് രാവിലെ 7 മണിക്ക് മുറിക്കുമെന്നാണ് പറഞ്ഞത്. രാവിലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെയും ഫോറസ്റ്റിൻ്റെയും ആൾക്കാർ വന്നുവെങ്കിലും ആ സമയത്ത് ഫോറസ്റ്റിലെ റേഞ്ച് ഓഫീസർ വന്നിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് ഡോക്ടർമാരും എത്തിയിട്ടില്ലായിരുന്നു. പിന്നെ ഡോക്ടർ എത്തിയ സമയത്ത് റേഞ്ച് ഓഫീസറിലാന്ന് പറഞ്ഞ് പിന്നെയും വെയിറ്റ് ചെയ്ത് കുറച്ച് ഡോക്ടർ തിരിച്ചുപോയി. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾക്കൊടുവിൽ ഒരു 11 മണിയോടുകൂടി അങ്ങനെ കൊമ്പ് മുറിക്കൽ ചടങ്ങ് തുടങ്ങി. ഇപ്പം 2 മണിയാവുന്നു. ഇപ്പോഴാണ് കഴിഞ്ഞത്. വളരെ സന്തോഷമുണ്ട്. കാരണം ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടെങ്കിലും അവസാനം അത് ഭംഗിയായിട്ട് പൂർത്തീകരിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. ഷാനയ്ക്ക് നല്ല മുഷിവുണ്ടായിരുന്നു. 2-3 ഷാന എണീക്കുകയൊക്കെ ചെയ്തു. കാരണം ആൾക്കാർ കൂടുകയും രാവിലെ മുതൽ ചുറ്റും ആൾക്കാരെ കൊള്ളുകയും അതിനൊരു പ്രാവശ്യം കിടത്തുകയൊക്കെ ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് ചെറിയൊരു മുഷിവ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇവിടെ അനൗൺസ്മെൻ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഇലക്ഷനുമായിട്ട് സംബന്ധിച്ച് ആ സൗണ്ടൊക്കെ ഒരാണെങ്കിലൊരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അവർ അനൗൺസ്മെൻ്റൊക്കെ നിർത്തി. ഇപ്പോൾ എന്തായാലും ഭംഗിയായിട്ട് ഭഗവാന്റെ അനുഗ്രഹം കാരണം എല്ലാം ഭംഗിയായിട്ട് അവസാനിച്ചു എന്ന് പറഞ്ഞുള്ള സന്തോഷമുണ്ട്. ജീവനക്കാർക്കും പ്രത്യേകിച്ച് എറണാകുളത്ത് നിന്ന് വിനയൻ ചേട്ടനും എല്ലാവർക്കും മലയങ്കീഴ് ആനപ്രേമികളുടെയും നാട്ടുകാരുടെയും പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുകയാണ്. ആനയ്ക്ക് വളരെ സന്തോഷം. ഇപ്പോൾ ആനയെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ആനയ്ക്ക് നല്ല പൊക്കം കൂടിയതുപോലെ തോന്നുന്നുണ്ട്. നല്ല രസമുണ്ട്.